കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ജബ്ബാർ, അഷ്റഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. കോഴിക്കോട് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ അപകടം നേരിൽ കണ്ടവരുടെ ഞെട്ടലുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ ദുരന്തമാണ് ഇന്ന് വലിയങ്ങാടിയിൽ ഉണ്ടായതെന്ന്. സമയം രാവിലെ 11:53. സിമന്റ് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു അവർ 7 പേരും. നിമിഷ നേരം കൊണ്ടായിരുന്നു അപകടം. വലിയ ശബ്ദം കേട്ടയുടനെ 2 പേർ ഓടി രക്ഷപ്പെട്ടു. 5 പേർക്കുമേൽ സ്ലാബ് വന്നു പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പുറത്തെടുക്കുമ്പോൾ തന്നെ 4 പേരുടെ നില അതീവ ഗുരുതരം. ഇപ്പൊ അടുത്ത ലെവലിൽ 2 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൊണ്ടുവന്ന്. കാലില്ല, ഒന്നിനും കാല് 2 കഷ്ണമായി. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പൊതുവെ ചില ഭാഗങ്ങളൊക്കെ തടഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളൊക്കെ ഒഴിഞ്ഞു മാറലാണ്. അന്നത്തെ അന്നം കണ്ടെത്താൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ 4 തൊഴിലാളികളുടെ ജീവനാണ് കോർപ്പറേഷൻ അനാസ്ഥയിൽ നഷ്ടമായത്. മരിച്ച 4 പേരിൽ ജബ്ബാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കിണാശ്ശേരി കൊന്തനാരി ഖബർസ്ഥാനിലാണ് ഖബറടക്കം. മരിച്ച അത്തോളി സ്വദേശി അഷ്റഫിന്റെ സംസ്കാരം നാളെയാണ്. അപകടത്തിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ വിനോദിന്റെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കോഴിക്കോട് ടൗൺ പോലീസ് അപകടത്തിൽ അന്വേഷണം തുടങ്ങി. എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഈ ദുരന്തത്തിന്റെ പാപഭാരത്തിൽ നിന്ന് കോർപ്പറേഷന് ഒഴിഞ്ഞു മാറി നിൽക്കാനാകില്ല. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.